കമ്മ്യൂണിസത്തിന് തിരിച്ചടി നേരിട്ടാൽ എന്ത് സംഭവിക്കും? പശ്ചിമ ബംഗാളാണ് ഏറ്റവും മികച്ച ഉദാഹരണം. മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ ഇന്ന് കൂട്ടബലാത്സംഗങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു. ബംഗാളി സാഹിത്യം പോലെ, ബംഗാളി സിനിമ പോലെ, ബംഗാളി സംഗീതം പോലെ മനോഹരവും സജീവവുമായിരുന്നു ബംഗാളിലെ ഗ്രാമങ്ങൾ. കൃഷി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് ബംഗാളിൻ്റേത്. 1978 ഒന്നാം ജ്യോതിബാസു സർക്കാർ സംസ്ഥാനത്ത് സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കി. അതോടെ എല്ലാവർക്കും ഭൂമി ലഭിച്ചു. പഞ്ചായത്തുകൾക്ക് അധികാരങ്ങൾ കൈമാറി. ജനകീയ കൂട്ടായ്മകൾ രൂപം കൊണ്ടു. സർക്കാരിൻ്റെ പിന്തുണയോടെ അവർ നടപ്പിലാക്കിയ പദ്ധതികൾ ബംഗാളിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കി. പക്ഷേ കൃഷി കൊണ്ട് മാത്രം ഒരു സമൂഹത്തിനും നിലനിൽക്കാനാവില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ സിംഗൂർ നന്ദിഗ്രാം വ്യവസായ പദ്ധതികൾ ആവിഷ്കരിച്ചത്. ആ പദ്ധതികൾ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ബംഗാൾ രാജ്യത്തെ നമ്പർ 1 വ്യാവസായിക സംസ്ഥാനമായി മാറുമായിരുന്നു. വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു. ബംഗാളികൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് കുടിയേറുമായിരുന്നില്ല. എന്നാൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും കൈകോർത്തു. ബംഗാൾ സംഘർഷഭരിതമായി. ലാണ് ബംഗാളിൻ്റെ നിറം മാറിയത്. ഏറെക്കാലം ഇടതുപക്ഷമായിരുന്നു അധികാരത്തിൽ. 2011 തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതോടെ ബംഗാൾ രക്ഷപ്പെട്ടെന്ന് വിധിയെഴുതിയവരിൽ പലരും ഇന്ന് തേങ്ങുകയാണ്. ബംഗാൾ ചോരയിൽ മുങ്ങിയിരിക്കുന്നു. എവിടെ നോക്കിയാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടായിസം. സംഘർഷങ്ങൾക്കൊപ്പം അഴിമതിയും കുതിച്ചുയർന്നു. മന്ത്രിമാർ മുതൽ തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കൾ വരെയുള്ളവർക്ക് പണം നൽകാതെ ഒന്നും നടക്കില്ലെന്നായി. പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാഭരണത്തിന്റെ പ്രതീകമാണ് സന്ദേശ് ഖാലി. ഷേഖ് ഷാജഹാൻ എന്ന തൃണമൂൽ നേതാവിന്റെ ഗുണ്ടാഭരണമാണ് ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ നടക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്നതായും വ്യാപക പരാതിയുണ്ട്. അവിടെ പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുക്കുക. ഇവരെ അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുക്കുന്ന മറ്റുള്ളവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. സന്ദേശ് ഖാലിയിലെ മുൻ MLA-യും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ്റെ ദേശീയ നേതാവുമായ നിരാപത് സർദാർ എന്ന നേതാവിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ള ഒരൊറ്റത്തിലാണെന്ന്, ഈ ജനകീയ പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുത്തു, ജനങ്ങളെ ഇളക്കി വിട്ടു എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞിട്ട് ആ ഒരു കുറ്റത്തിലാണ് അദ്ദേഹത്തിന്. അത് വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തൊക്കെ ഉണ്ടാക്കിയത്. ആ പ്രദേശത്ത് മാത്രമല്ല, ആ പ്രദേശത്തും പോലീസ് സ്റ്റേഷന് മുമ്പിൽ അന്ന് തന്നെ രാത്രി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കാതെ അതിനിപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ എടുത്തു കാട്ടിയ, അവർക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത അന്യായ നടപടിക്കെതിരെ നിരന്തരമായ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മർദ്ദത്തെ തുടർന്ന് 2-3 ദിവസത്തേക്ക് പിടിച്ചു വെച്ചുന്ന അദ്ദേഹത്തെ മോചിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. സാമുദായിക ധ്രുവീകരണമുണ്ടാക്കി ബംഗാൾ പിടിച്ചടക്കാനാണ് BJP-യുടെ പരിശ്രമം. ബംഗാളിൽ ഒരു കാലമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന കാലം, കലാപങ്ങൾ ഇല്ലാത്ത കാലം, ഭൂപരിഷ്കരണത്തിലൂടെ എല്ലാവർക്കും ഭൂമി ലഭിച്ചിരുന്ന കാലം. ബംഗാൾ തിരിച്ചറിയുന്നു. കമ്മ്യൂണിസത്തിന് തിരിച്ചടി നേരിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ബംഗാൾ ഇന്ന് തിരിച്ചറിയുന്നു.